ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം. അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഈശോയെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകൾ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വാക്ക് പാലിക്കാനായിട്ട് ഭയങ്കര പ്രയാസം. കാരണം എന്താ? ബഹളങ്ങളുടെ നടുക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈശോയെ സംബന്ധിച്ച് ഒരിടത്തും ഒരു ബഹളത്തിൽ ജീവിച്ച് കടന്നുപോയ വ്യക്തിയല്ല, ശാന്തമായിട്ട് ജീവിച്ചു കടന്നുപോയ വ്യക്തി. ഈശോ എന്നോട് പറയുന്നത്, മോനെ, നിൻ്റെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാവണം. ശാന്തതയിലാണ് എൻ്റെ ദൈവത്തെ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ ഒരിക്കലും പറ്റാതെ പോകുന്നതും ഇത് തന്നെയല്ലേ? ശാന്തമായിട്ട് നമ്മുടെയൊക്കെ പിള്ളേരോട് അല്ലെ നമ്മളോട് തന്നെ ഒരു 5 മിനിറ്റ് ശാന്തമായിട്ട് ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഈ 5 മിനിറ്റിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി പുറത്തോട്ടിറങ്ങിപ്പോയി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. ശാന്തത നഷ്ടപ്പെട്ടു പോയി. പിന്നെ എങ്ങനെയാണ് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നത്? ബഹളങ്ങളുടെ നടുവിൽ, തർക്കങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. അതുകൊണ്ടാണ് ഈശോ എന്നോട് പറയുന്നത്, എന്നെപ്പോലെ ശാന്തമായിട്ട് ജീവിക്കാനായിട്ട് നീ പഠിക്കണം. ഈ ശാന്തത ജീവിതത്തിലുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് ആശ്വാസം നേടാൻ പറ്റും കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നേരെ ദൈവസന്നിധിയിൽ വന്ന് ശാന്തമായിട്ട് ഒരു 5 മിനിറ്റ് ദൈവത്തിൻ്റെ മുൻപിൽ ഇരിക്കാൻ പറ്റുമോ? ഒന്നിരുന്നാൽ സ്നേഹമുള്ളവരെ, ആ പ്രശ്നത്തിന് ഒത്തിരി ആശ്വാസം കിട്ടും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് വിട്ടുകൊടുക്കാനായിട്ട് 5 മിനിറ്റെങ്കിലും ശാന്തമായിട്ടിരിക്കാനായിട്ട് എനിക്ക് പറ്റിയാൽ ആ പ്രശ്നം എന്നെ മുന്നോട്ട് ഒരിക്കലും അലട്ടത്തില്ല. മറിച്ച് ശാന്തമായിട്ടിരിക്കാൻ പറ്റാത്തപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ നീറി കൂടിക്കൊണ്ടിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ എന്നോട് പറയുന്നത്, നീ ശാന്തമായിട്ട് ജീവിക്കാനായിട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയ്ക്ക് സമയം, നമ്മുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കാം, വിശുദ്ധ കുർബാനയും ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ശാന്തമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കാനായിട്ട് പറ്റണം. ഓരോ ദിവസവും ഒരു 10 മിനിറ്റ് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്നിൻ്റെയും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ബഹളങ്ങളുമില്ലാതെ ഒന്നിരിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മനസ്സിന് ഒത്തിരിയേറെ സമാധാനം കിട്ടും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ. അതേപോലെ തന്നെ ചില തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം. വീട്ടിലെ പല പ്രശ്നങ്ങളെല്ലാം ഭാര്യ 1 പറഞ്ഞു, ഭർത്താവ് 2 പറഞ്ഞു, ബഹളമായി. ഇത് ശാന്തമായിട്ടിരിക്കാനായിട്ടോ തർക്കങ്ങളെ പരിഹരിക്കാനായിട്ടോ നമുക്ക്. കാരണം തർക്കം ഒരിക്കലും നന്മയിലേക്കല്ല നയിക്കുന്നത്, അത് വലിയ ബഹളങ്ങളിലേക്ക്. അതുകൊണ്ടാണ് തർക്കങ്ങളില്ലാതെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും പലപ്പോഴും പല തർക്കങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ട് ആ കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെടുത്തുന്ന കാര്യമായിട്ട് ഈ തർക്കങ്ങൾ മാറാറുണ്ട്. പല കുടുംബങ്ങളിലും ഈ തർക്കമുണ്ടായിട്ട് പരസ്പരം പോലും ഒന്ന് ശാന്തമായിട്ട് മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളുടെയും എണ്ണം ഇന്നേറി വരിക. അതുകൊണ്ടാണ് ഈശോ എന്നോട് പറയുന്ന, മോനെ, നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും ഈ തർക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ശാന്തമായിട്ട് ദൈവവുമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് നീ ഒന്ന് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ചാൽ നീ ആയിരിക്കുന്ന ഇടവും നിന്റെ ഇടപെടലും മൂലം മറ്റുള്ളവർക്ക് ഒത്തിരിയേറെ നന്മകൾ ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ ഈ വൈകല്യങ്ങൾ മാറ്റുവാനായിട്ട്, ശാന്തമാകാതെ ബഹളങ്ങളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, എല്ലാ ബഹളങ്ങളും മാറ്റിവെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ കേട്ടോ, അതൊന്നും മാറ്റിവെച്ചിട്ട് ശാന്തമായിട്ടിരിക്കുവാനായിട്ട്, അതേപോലെ തന്നെ പല തർക്കങ്ങളിൽ നിന്ന് അകന്ന് എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട്, അങ്ങനെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.